അവൻ്റെ ധർമ്മപത്നി ആയിട്ടില്ല, എവിടെയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ കൈ ഇങ്ങോട്ട് കൊണ്ടിരുന്നേരി അവിടെയാന്ന് വിചാരിക്കുന്നത് കേട്ടോ, ആൾ എവിടെയായിരിക്കും. ഇനി എല്ലാവരും അങ്ങോട്ട് നോക്കുക ആരാണ്. ഇതുകൊണ്ടാണ് പണ്ട് രാജാക്കന്മാരുടെ കൂടെ ഗുരുക്കന്മാരെ ഇരുത്തിയായിരുന്നു. ധർമാധർമ്മം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പുരാണം എപ്പോഴും എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള സാധനമാണ്. പക്ഷെ നിങ്ങൾ പുരാണം കേട്ട് നിങ്ങൾക്ക് ഒരു എത്തും പിടും കിട്ടിയിട്ടുണ്ടാവില്ല. ഇവർക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, ഞാൻ പറയുമ്പോൾ തന്നെ അനുസരിക്കണം എന്നൊക്കെ ചില ദുർവാശി കാണും. പല കാര്യങ്ങൾ അനുഭവമാണ്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, അതെൻ്റെ ഒരു പരിമിതിയാണ്. അപ്പോൾ ഇങ്ങനെ അവർ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഞാൻ ചോദിച്ചു അവിടെ എന്താണെന്ന് ചോദിച്ചു. അവിടെ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേ അത് പണ്ട് അവിടെ സർപ്പക്കുളം ഉണ്ടായിരുന്നു. പിച്ചക്കാരെ പോലെ ഭാഗ്യമുള്ളവന്മാർ ലോകത്ത് വേറെയില്ല. അവർ കിട്ടണത് ആളുകളെ മുമ്പ് കൈനീട്ടും, എന്തായാലും കിട്ടണത് കൊണ്ട് ഉണ്ണും, ഏതെങ്കിലും കടത്തുണ്ടെങ്കിൽ കിടക്കും. അവരുടെ ജീവിതത്തിൽ നാളെ എന്നൊന്നില്ല. അപ്പോൾ ശവക്കറി കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഭിക്ഷ കൊടുക്കുന്നത്? അവൻ അധർമ്മിയല്ലേ, അപ്പോൾ അവന് കൊടുക്കാൻ പറ്റുമോ? അത് നമ്മുടെ അച്ഛനായാലും അമ്മയാണെങ്കിൽ അധർമ്മിയാണോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്. ഇതാണ് ധർമ്മം. ഇതുകൊണ്ടാണ് പണ്ട് രാജാക്കന്മാരുടെ കൂടെ ഗുരുക്കന്മാരെ ഇരുത്തിയായിരുന്നു. ധർമാധർമ്മം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പുരാണം എപ്പോഴും എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള സാധനമാണ്. പക്ഷെ നിങ്ങൾ പുരാണം കേട്ട് നിങ്ങൾക്ക് ഒരു എത്തും പിടും കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ ഇവർ രണ്ടുപേരും പറഞ്ഞത്? ആയെങ്കിൽ കൈ പൊക്കിക്കോ. ടോപ്പിക്ക് ഇനി സ്വാമി പറഞ്ഞ തെറ്റുണ്ടെന്നല്ല, ഇതൊരു തലമുണ്ട് സംസാരിക്കണ്ടേ. ഇപ്പം എൻ്റെ മുന്നിലിരിക്കണം നിങ്ങളെല്ലാവരും ആത്മീയത പഠിച്ച് സംസ്കൃതം പഠിച്ച് ഇവിടെ കയറി വന്നേക്കണവരല്ല. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ടയറും മൊബൈൽ ഫോണും അതും ഇതൊക്കെ പറഞ്ഞാലേ പിടികിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് അത്ര ഉദാഹരണത്തിൽ കൂടെ പോണത്. ഇവിടെ ഞാൻ ശ്ലോകം ചൊല്ലി കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പിടികിട്ടില്ല. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. എന്നെ അംഗീകരിക്കണം എന്നല്ല പറയണത്, ഇവിടെ ധർമ്മമാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഭീഷ്മാചാര്യരുടെ അവസ്ഥ വരും. നിങ്ങളൊക്കെ പുത്രന്മാരാണ്, നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ ഭീഷ്മാചാര്യരുടെ അച്ഛനുമാണ്. എന്നിട്ട് ഇത്രയും കഴിവുള്ള മകനുണ്ടായിട്ട് എന്താ കാര്യം? അപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും പറയാണ്, നിങ്ങൾ ധ്യാനിക്കണം. ഇപ്പം ഇനി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഗതികേട് പറയാം. വേറെ മക്കളുണ്ട്, അച്ഛനും അമ്മയും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാ മക്കളുടെ അടുത്ത് മരിച്ചാൽ 4 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ശരീരം ഭസ്മമാക്കി മാറ്റിയേക്കണമെന്ന് എല്ലാ മക്കളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മോൻ വെളിയെന്ന് പറയാണ്, അച്ഛൻ്റെ ഫ്രിഡ്ജിൽ ഒരു 4 ദിവസം വച്ചിട്ട് മതിയെന്ന്. അതും പുത്രനല്ലേ, അത് ആ പിതാവിൻ്റെ യോഗമാണത്. എത്ര പുത്രനുണ്ടോ എല്ലാവരും ഒരേപോലെ വരണമെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരു പാതയിലായി മാറണം, വേണ്ടേ? അപ്പം മൂത്ത ജ്യേഷ്ഠൻ പറയുന്നു, അല്ലെങ്കിൽ സഹോദരൻ പറയുന്നത് ബ്രഹ്മജ്ഞാനിയാണ്, അവൻ പറഞ്ഞത് ശരിയാണ്, അവൻ പറഞ്ഞ പോലെ ചെയ്യാം. എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇനി ആരെയും വച്ച് നോക്കേണ്ട കാര്യമില്ല, അതങ്ങ് ദഹിപ്പിച്ചേക്കാം. ശരി, അല്ലെങ്കിൽ എന്താ കുഴപ്പം? 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ശരീരം അഴുകാൻ തുടങ്ങും, പിന്നെ കർമ്മഫലം അനുഭവിക്കും. സമാധിയായ ശരീരം വച്ചേക്കേണ്ട കാര്യമില്ല. ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചേർന്നിട്ട്? ഒന്നും വേണ്ട, അതങ്ങ് തീർത്ത് കളഞ്ഞേക്കാം, പരിപാടി തീർന്നു. ഇത് പറയാൻ എനിക്കറിവുള്ളതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എൻ്റെ അനിയനോ അവനെ സംബന്ധിച്ചതൊരു പ്രശ്നമല്ല. അവൻ ധ്യാനിക്കണമില്ല, ഒന്നുമില്ല, ശവക്കറിയിൽ നിന്ന് ജീവിക്കണമായിരിക്കും. അവൻ പറയും അത് കുഴപ്പമൊന്നുമില്ല, 7 ദിവസം ഫ്രിഡ്ജിലിരുന്ന് വരെ എന്ത് പറ്റാനാ, സ്വത്തിൻ്റെ കാര്യം ആദ്യം തീരട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. അപ്പം ഞാൻ പറയും എനിക്ക് സ്വത്ത് വേണ്ട, അതങ്ങ് ദയിപ്പിച്ചേക്ക്. ഇല്ല അത് പറ്റില്ല ചേട്ടൻ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അഡ്വക്കേറ്റ് വന്നിട്ട് അഡ്വക്കേറ്റ് ഡൽഹി പോയേക്കാണ്, അവർ വരട്ടെ, എൻ്റെ ലീഗൽ സൈഡൊക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ ലീഗൽ സൈഡ് തീരുന്ന വരെ കർമ്മഫലം അനുഭവിക്കട്ടെ. ഇങ്ങനൊരു പുത്രന് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ മാതാപിതാക്കൾ അനുഭവിച്ചേ പറ്റുള്ളൂ, വേണ്ടേ? അപ്പോൾ പുത്രന് ഉണ്ടാവണത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. സൽപുത്രന് ജന്മം നൽകേണ്ടത് എങ്ങനെയാണ്. ഇത് ഒരു കഥയും കൊണ്ട് തീരില്ല, ഇങ്ങനെ പിന്നോട്ട് കിടക്കുക, ചവിട്ടിയാലും തീരാത്ത പടി പോലെ. അപ്പം നല്ല പുത്രന് ജന്മം നൽകി കഴിഞ്ഞാൽ ഇങ്ങനൊരു ചോദ്യം ഇല്ല, അവസാനിച്ചു. ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. എങ്ങനെ? ഈ ഇരിക്കുന്ന പുതിയ കുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ തോന്നിവാസം കാണുന്നവനെ ഇന്നലെ കണ്ടവരെ വിശ്വസിച്ച് അവരെ പിന്നാലെ പോവല്ല വേണ്ടേ. ഇപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരു പയ്യൻ ഇവിടെ വന്നിച്ച് എൻ്റെ അടുത്തൊരു സംശയം ചോദിച്ചു, ഗുരുജി ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അതിന് വിവാഹം ചെയ്യാൻ പാടില്ല? ഒറ്റ ഉത്തരം, പെണ്ണ് ധ്യാനിക്കുമോ? ഇല്ല ഗുരുജി. നീ ധ്യാനിക്കണ്ടോ? ഞാൻ നിർത്തി ഗുരുജി. അധർമ്മത്തിൻ്റെ പവർ കണ്ടോ? 6 മാസമായിട്ട് അവൻ ധ്യാനം നിർത്തി വെച്ചു. എന്താ കാര്യം? ഒരധർമ്മീനെ കൂട്ടുകിട്ടിയപ്പോഴേക്കും ആ വളർത്തിയ അച്ഛനും അമ്മയും പറഞ്ഞത് ശരിയല്ല, ഇവനും ശരിയല്ലാണ്ട ഇവൻ ഇത് വിട്ട് അധർമ്മയുടെ പിന്നാലെ പോയി. കാരണം എന്താ? ഒരു ചെറിയ ഇന്ദ്രിയ സുഖം, വേറെ ഒന്നുമില്ല. അവൻ്റെ ധർമ്മപത്നി ആയിട്ടില്ല, എവിടെയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ കൈ ഇങ്ങോട്ട് കൊണ്ടിരുന്നേരി അവിടെയാന്ന് വിചാരിക്കണേ കേട്ടോ, ആൾ ഇവിടെ ആയിരിക്കണേ. ഇനി എല്ലാവരും അങ്ങോട്ട് നോക്കുക ആരാന്ന്. അപ്പം ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടാണ് സംസാരിക്കണത്. അപ്പോൾ ആ പയ്യൻ അറിയില്ല ഇതെവിടെയാണ് ധർമാധർമ്മം എന്നുള്ളത്.
മാതാപിതാക്കൾക്കാണ് കൊച്ചിന് ദാനം കൊടുക്കാനുള്ള അവകാശമുള്ളത്, അല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ധർമ്മപത്നിയെ എൻ്റെ മാതാപിതാക്കൾ ദാനം തരാണ്ട് ഞാൻ സ്വീകരിച്ചു, ഞാൻ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. അത് അവരുടെ അവകാശമാണ് വളർത്തി വലുതാക്കിയ മകളെ ദാനം കൊടുക്കുക എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺമക്കളെയും അവരുടെ മാതാപിതാക്കളുടെ അവകാശമാണ് അതിന് ദാനം കൊടുക്കുക എന്ന് പറഞ്ഞത്. ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ അന്നമൊന്നുമല്ല, കന്യാദാനമാണ്. അതിനകത്തുനിന്ന് ഒരു ഇത്തിരി ഒരന്നം പോലും ഒന്നും നമ്മൾ സ്വീകരിച്ചിട്ടല്ല കൊടുക്കുന്നത്. ഒരു പെൺകുട്ടി അച്ഛനും അമ്മയും എന്ത് വിചാരിച്ചിട്ട് വളർക്കണതാ? നിസ്വാർത്ഥമായിട്ട് വളർത്തുകയാണ്, എന്നിട്ട് ധർമ്മത്തിന് വേണ്ടി കൊടുക്കുകയാണ്. എങ്ങനെ? ധർമ്മത്തിൽ നിന്ന് സൽപുത്രൻ ഉണ്ടാവാൻ വേണ്ടി. എന്നിട്ട് അതിനെ കൊണ്ടുപോയി ചപ്പാത്തി ഉടനോടെ മറിച്ചും തിരിച്ചുവിട്ട് ചുടുകയല്ല വേണ്ടത്. അപ്പം നശിച്ച് സ്വീകരിക്കാൻ കഴിവുള്ളവനായിരിക്കണം അവൻ്റെ ധർമ്മപത്നിയെ സ്വീകരിക്കുന്നവൻ. എങ്ങനെ? നശിച്ച് സ്വീകരിക്കാൻ കഴിവുള്ള അവൻ്റെ സന്യാസം തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഗൃഹസ്ഥത്തിൽ സന്യാസത്തെ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ക്വാളിറ്റി വേണമെന്ന് ആലോചിച്ച് നോക്കും. കല്യാണം കഴിക്കണം സന്യസിക്കാനാണോ? വിനോദിക്കാൻ. അതും ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, വിവാഹം വിനോദത്തിനല്ല എന്ന്. അപ്പോൾ പിന്നെ എന്തിനാ കല്യാണം കഴിക്കണേ? ഇതൊക്കെ സ്വയം കണ്ടുപിടിച്ചോ. ഇങ്ങനെ ഓരോന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ബാല്യം മുതൽ പഠിക്കണം. ഇങ്ങനെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനാണ് പറഞ്ഞേക്കണേ. എത്ര വയസ്സ് വരെ? പ്രായപൂർത്തി ആവണ വരെ. അപ്പോൾ പിന്നെ എപ്പോഴാണ് ആസ്വദിക്കണത്? ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ ഒരു ആസ്വാദനമുണ്ട്. 5 വയസ്സുള്ള കൊച്ചു മുതൽ തോന്നിയാസം ജീവിക്കുക, അസഭ്യം അല്ലാണ്ട് ഒന്നും അറിയാനും പാടില്ല. വീട്ടിൽ നിന്നാണ് കളരി തുടങ്ങണത്. അപ്പോൾ പിന്നെ ആ കൊച്ചിന് എന്ത് ധർമ്മം അറിയാം? ആ കൊച്ചിന് എന്ത് ബ്രഹ്മചര്യം അറിയാം? ബ്രഹ്മചര്യം എന്തിനാണ് അന്വേഷിക്കുന്നത്? നമ്മുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിന്തകൾ മുഴുവൻ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിലേക്ക് പോയാൽ നമ്മളുടെ ചിന്ത മുഴുവൻ അവിടെ മാത്രം നിൽക്കും. അപ്പോൾ പിന്നെ വഴിക്ക് കൂടെ കാണുന്നതൊക്കെ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് പോകും. നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം കൊടുത്താൽ അവൻ്റെ ബ്രോഡ് മൈൻഡായിട്ട് മാറും. ഇവിടെയാണ് അഗ്രചർമ്മം കണ്ടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അത് വസ്ത്രത്തിൽ കിടന്ന് ഒരയും തൊട്ടും മുട്ടുമൊക്കെ ചെയ്യുമ്പോഴല്ല ചിന്ത മുഴുവൻ ഒരേ കേന്ദ്രത്തിൽ പോകും. ബ്രോഡ് മൈൻഡ് ആവേണ്ട ഏജിൽ അവൻ നാരോ മൈൻഡായി പോകും. അവൻ ധർമ്മം ചെയ്യാൻ പിന്നെ അവനെ കൊണ്ട് പറ്റില്ല, തനിയേ അധർമ്മിയായി പോകും. കാരണം 6 വയസ്സുള്ള കൊച്ചിനെ കണ്ടാലും 60 വയസ്സുള്ള തള്ളേനെ കണ്ടാലും ഒരേ വികാരമേ വരുള്ളൂ. പിന്നെ അത് അഗ്രം. അങ്ങനെ ഈ കണ്ണിന് എന്തിനാ ഈ കൺപീളിയും കൺപോളയൊക്കെ തന്നേക്കണത്? ഇത് കണ്ടിച്ചിട്ട് അങ്ങോട്ട് ഞാൻ ഹിന്ദു ആയാൽ പോലെ. അത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട. ശരീരത്തിന് ഓരോന്നിനും അങ്ങനെ ഓരോ പ്രൊട്ടക്ഷന് വേണ്ടി ഓരോ സാധനം തന്നിട്ടുണ്ട്. ആ ചർമ്മങ്ങളൊക്കെ അതിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യമുള്ള സമയത്താണ് അതിന് വികാസം സംഭവിക്കേണ്ടത്. ആവശ്യമുള്ള സമയത്ത് ഇവിടെ വികാസം സംഭവിക്കണം. ബ്രഹ്മം അറിയേണ്ട സമയത്ത് ബ്രഹ്മം അറിയിച്ച് കൊച്ചുങ്ങളെ വളർത്തണം. ആ സമയത്ത് കൊച്ചുങ്ങൾ വേറെ ഇന്ദ്രിയ വികാരങ്ങളെ ചൊല്ലിക്കൊടുത്തല്ല പഠിപ്പിക്കേണ്ടത്. എനിക്ക് ചിലപ്പോൾ അത്തരം ദുഷ്ചിന്തകളും ദുഷ്വികാരങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കൊച്ചിൻ്റെ അവിടെ എവിടെയും പിടിച്ച് മോശമായിട്ട് ആ കൊച്ചിനെ ചീത്തയാക്കി കഴിഞ്ഞാൽ ഞാൻ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. അപ്പോൾ ഒരു മാതാപിതാവ് നമ്മൾ പറയണത്, മക്കൾ പറയുന്ന ധർമ്മമായിരിക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കള്ളുകൊണ്ട് മേടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മോൻ എൻ്റെ അടുത്ത് കള്ളു മേടിച്ചുകൊണ്ട് അച്ഛാ കള്ളു കുടിക്കുന്നു പറഞ്ഞു, ഞാൻ കുടിക്കണില്ല. അവൻ ചെയ്യുന്നത് ധർമ്മമല്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അംബാലികയിൽ ഒരു പുത്രനുണ്ടായിരുന്നല്ലോ, സന്യാസിയായിട്ട് ജനിച്ചത്, ബാല്യക്കാരിൽ ജനിച്ച പുത്രൻ, ബാല്യക്കാരിൽ ജനിച്ച വിതുരർ. അത്രയും വലിയ വസ്ത്രാക്ഷേപം നടക്കുന്ന ആ അധർമ്മ വേദിയിൽ നിന്ന് ആരും എണീറ്റ് പോകാൻ തയ്യാറായില്ല, ഇല്ലേ? വിതുര അവിടെ നിന്ന് ചാടി എണീറ്റ് സ്ഥലം വിട്ടു. എനിക്ക് നിൻ്റെ രാജകൊട്ടാരവും വേണ്ട, എനിക്കൊരു പദവിയും വേണ്ട എന്ന് പറഞ്ഞു. അതാണ് ധർമ്മം. അല്ലാതെ അവിടെ അധർമ്മത്തിന് വേണ്ടിയിട്ട് എൻ്റെ പദവി പോയാലൊന്നും പിടിച്ചിരുന്നൊന്നുമില്ല. അപ്പോൾ മാതാവാണെങ്കിലും പിതാവാണെങ്കിലും പുത്രനാണെങ്കിലും രാജസദസ്സാണെങ്കിലും എവിടെയാണെങ്കിലും ധർമ്മത്തിന് വേണ്ടി മാത്രമേ നിലനിൽക്കാവുള്ളൂ. അതാണ് സ്ഥിതപ്രജ്ഞത. ഉത്തരം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ എല്ലാവരും മാതാപിതാക്കളെ കഞ്ഞി കൊടുക്കുമോ? കൊടുക്കണം. ഇവിടെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായില്ല. ഇനി അടുത്ത ആള് ചോദിച്ചോ. ഇനി കണ്ടുപിടിക്കാം. ചോദിച്ചു പ്ലീസ്. ഗുരുജിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, സാറിൻ്റെ അഭിപ്രായം പറയും, എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി. ഈ ലോകത്ത് ആളുകൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്, തെറ്റുകൾ ചെയ്യുന്നുണ്ട്, കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്, മോഷണം നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്താണ്? ഒറ്റ സെൻറ്റൻസിൽ ആർക്കെങ്കിലും പറയാമോ? ഈ ഇരിക്കുന്നതിൽ ഒരു അത് തലമുറകളായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അത് അംഗീകരിക്കാവുന്നത് തന്നെ. പക്ഷേ അതൊന്നുമല്ല.
ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ പാപകർമ്മങ്ങൾക്കും തെറ്റുകൾക്കും കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും ഗുണ്ടായുസങ്ങൾക്കും ഒക്കെ മൂലകാരണമായിരിക്കുന്ന സംഗതി എന്താണെന്നാണ് എൻ്റെ ചോദ്യം. ഒറ്റ വാക്കായില്ല അതിന് ഉത്തരം പറയാനേ ഉള്ളൂ. വെരി ഗുഡ്. അജ്ഞത, ഇഗ്നോറൻസ്. മായ കൊണ്ട് തന്നെ മൂടി കിടക്കുന്നു. അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് അയാൾ തെറ്റ് ചെയ്യുന്നത്. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധം അയാളെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്യേയില്ല. സ്വാമി, ഇതിനകത്തൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് പരലോകവുമായിട്ട് കണക്റ്റഡ് ആണെന്നല്ലോ പറയുന്നത്. നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ പൂർവികരാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് പരലോകവുമായിട്ട് കണക്റ്റഡ് ആണ്. അടുത്ത ദിവസം ഞാൻ എങ്ങനെ പോകണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ സോളാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എൻ്റെ അജ്ഞത എന്ന് പറയുന്നത് എന്നെ അവരല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇതൊരു ചെറിയ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് സമൂഹത്തിന് തന്നെ മഹാവിപത്താക്കി തീർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിന് കാരണം ആ മേഡം പറഞ്ഞത് തന്നെയാണ്, അജ്ഞതയാണ്. അപ്പോൾ ഇപ്പം അച്ഛനമ്മമാർക്ക് വലിയ വിദ്യാഭ്യാസമില്ല, അറിവില്ല, ജീവിത പാരമ്പര്യങ്ങൾ കുറവാണ്, അവർക്ക് വാശി കൂടുതലാണ്, വാർദ്ധക്യത്തിൻ്റെതായ ചില കാര്യങ്ങൾ. ഇവർക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, ഞാൻ പറയുമ്പോൾ തന്നെ അനുസരിക്കണം എന്നൊക്കെ ചില ദുർവാശി കാണും. ഇത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കുകയേ മാർഗമുള്ളൂ. അംഗീകരിച്ച് കൊടുക്കണമെന്ന് കൂടി ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം അവരുടെ ഊർജ്ജമാണ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്, അവരുടെ ത്യാഗഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവരുടെ കഷ്ടപ്പാടും ഉറക്കം വിളച്ച രാത്രികൾ നമുക്ക് മറക്കാൻ പാടില്ല. 272 ദിവസം വയറ്റിൽ ചുമന്നിട്ട് പ്രസവിച്ചത് കൂട്ട് ഒരു അമ്മ മകൻ വളരുന്നില്ല. എത്രയെങ്കിലും വർഷങ്ങൾ നിദ്രാരഹിതങ്ങളായ രാവുകളിൽ മലവും മൂത്രവും ഫേസി എന്നിട്ട് അങ്ങനെ വളർത്തിയെടുത്തതാണ് ഒരു കുഞ്ഞിനെ. വളർന്നു കഴിയുമ്പോൾ എനിക്ക് ഉദ്യോഗമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, അച്ഛൻ്റെ വഴിക്ക് ഒരു മൂലയിൽ ഇരിക്കട്ടെ, ഒരു വടി ചാരി വയ്ക്കുന്നത് പോലെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അത് ധർമ്മമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോളറേറ്റ് ചെയ്യണം. അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞാൽ സഹിക്കണം എന്ന് വിചാരിച്ചിട്ട് ഭാര്യയും മക്കളെയും സ്വന്തം ജീവിതത്തെയും തകർക്കാനും പറ്റില്ല. അതാണ് ചെറിയ വരുമാനമാണെങ്കിലും അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ അംശം അവരുടെ ഉപജീവനത്തിന് വേണ്ടി കൊടുക്കുക തന്നെ വേണം. 10 രൂപയെ 100 രൂപയെ വരുമാനമുണ്ടെങ്കിൽ 10-15 രൂപ അച്ഛനമ്മമാർക്ക് അർഹതപ്പെട്ടത് തന്നെ. മരണം വരെ അവരെ പോറ്റേണ്ട ഉത്തരവാദിത്വം പുത്രനാണെന്ന് മനു മഹർഷി പറയുന്നു, ഞാനല്ല. പുത്രോ രക്ഷതി, അതിൻ്റെ തുടക്കം കറക്റ്റ്. പിതാ രക്ഷതി കൗമാരെ, ഭർത്രോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഇതാണ് ആ ശ്ലോകം. അല്ല, അതിൻ്റെ തിരിച്ചുള്ളതാണ് അതിൻ്റെ ശ്ലോകം. ഇതിന് തിരിച്ചൊരു ശ്ലോകമുണ്ടോ? ഇത് അമ്മയെ സ്ത്രീയെ സംരക്ഷിക്കേണ്ടതല്ലേ? മാറിപ്പോയി സാരല്ല. അതായത് കുഞ്ഞുനാളിൽ പിതാരക്ഷതി കൗമാരെ, കൗമാരാവസ്ഥയിൽ ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അതിനെ രക്ഷിക്കേണ്ടത് പിതാവാണ്. ഈ ലോകത്ത് ഏത് കുടുംബത്തിൽ, ഇന്ത്യയിലല്ല ലോകമായ ലോകത്ത് എവിടെ പെണ്ണ് ജനിച്ചാലും അത് അന്യപുരുഷൻ ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവാണ്. അന്യപുരുഷൻ അവകാശപ്പെട്ടതാണെന്ന് തന്നെ പറയാം, കുടുംബ വ്യവസ്ഥിതി അനുസരിച്ച്. അപ്പം അവളെ ആര് നോക്കണം? ഭർത്താവ് നോക്കണം യൗവനാവസ്ഥയിൽ. അത് കഴിഞ്ഞിട്ട് പുത്രോ രക്ഷതി വാർദ്ധക്യേ, വാർദ്ധക്യം വരുമ്പോൾ അമ്മയെ നോക്കേണ്ടത് പുത്രനാണെന്ന് എന്തുകൊണ്ട് ക്രാന്തദർശിയായ മനുമഹർഷി പറഞ്ഞു? പറയാം. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമല്ലോ, ആ വീട്ടിൽ താമസിക്കുമല്ലോ. പുരുഷനാണല്ലോ ഒരു പരിധിവരെ, അല്പമെങ്കിലും ഒന്നുമില്ലെങ്കിലും ഒരു 51% പുരുഷന് മേധാവിത്വം, ബാക്കി 49 സ്ത്രീക്കുള്ളൂ എന്ന് വയ്ക്കുക. അപ്പം ഭാര്യ പറയണം, നിങ്ങൾ അമ്മയൊന്നും നോക്കണ്ട, അച്ഛനും നോക്കണ്ട, എന്നെയും മക്കളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ കാര്യം നോക്ക്. എന്നെ ഇത്രയും നാൾ വളർത്തിയെടുത്ത അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒരു പുരുഷന് ഉണ്ടാകണം. പാടില്ല.
ഞാൻ പറഞ്ഞ ധർമ്മമാണ് കേട്ടോ. ഗുരു- എനിക്ക് ഗുരുജി- സ്വാമിയോട് ഗുരുജി പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ ഇരിക്കുകയാണ്. കാരണം നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ നമ്മുടെ ഓർബിറ്റ് മാറി, നമ്മൾ ഫസ്റ്റ് ഓർബിറ്റിലേക്ക് മാറി. മാതാപിതാക്കൾ, ഞാൻ എൻ്റെ കുട്ടിക്ക് ജന്മം നൽകിയേക്കുന്നത് എന്നെ നോക്കാൻ വേണ്ടിയിട്ടല്ല. അതിൽ ഓടിക്കളിച്ച് കിടപ്പുണ്ടല്ലേ, എന്നെ നോക്കുകയേ വേണ്ട, എനിക്ക് കഞ്ഞി പോലും തരണ്ട, ഞാൻ സമാധിയെ എൻ്റെ വഴി നോക്കി പോകും. അല്ല, വാർദ്ധക്യം ബാധിച്ചവരെ നോക്കാതിരുന്ന സമൂഹത്തിൽ നമ്മൾ ഭയക്കുകയും വേണം. സ്വാമി അത് പറഞ്ഞ തീർച്ചയായിട്ടും പക്ഷെ എന്താ സമൂഹം കുഴപ്പമെന്നറിയോ, കുറ്റപ്പെടുത്തും. നമ്മൾ അത് ഈ ധർമ്മമല്ല. സീറ്റിൽ ഇരുന്നുകൊണ്ട് അത് പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ഈ സീറ്റിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം നന്നാവില്ല. ഇവർക്ക് വയസ്സാകുമ്പോൾ കഞ്ഞി കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായാലേ അവർ സ്വയം നന്നാവുള്ളൂ. അല്ലെങ്കിൽ അവർ കാര്യം എനിക്ക് മക്കളെ കഞ്ഞി തന്നോളൂ കുഴപ്പമില്ലെന്ന്. ഒരു കാരണവശാലും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കഞ്ഞി കിട്ടില്ല എന്ന് അങ്ങോട്ട് ബോധ്യപ്പെട്ടു പോയാൽ അവർ തന്നെ നന്നാവും. സ്വാമി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ വയ്യാതാരാകും. ഒരു കുഴപ്പമില്ല, അവർ വയ്യാണ്ടാവില്ല. കഷ്ടമാണ്. അവരുടെ കുഞ്ഞ് ഞാനല്ലേ, 100% ഞാൻ ഉറപ്പാണ് അവർ നല്ല രീതിയിൽ തന്നെ പോകുള്ളൂ. ഒരു ദിവസം പോലും കിടന്ന് വിഷമിക്കില്ല. പക്ഷെ അവർക്കൊരു ചെറുതായി കുഴപ്പമില്ല, എങ്കിൽ കുഴപ്പമില്ല. അവര് പട്ടിണിയാവരുത്, പാവം കിട്ടും. ആവില്ല, ഒരിക്കലും ആവില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. ധർമ്മത്തിൽ ജീവിക്കുന്നവന് പട്ടിണി ഇല്ല. അവനെ ധർമ്മമാണ് സംരക്ഷിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അവരിൽ 100 തെറ്റുകൾ കണ്ടാലും ഞാൻ പറയുന്നത് അവരെ തള്ളിക്കളയാനേ പാടില്ല. പാപം കിട്ടും, സമൂഹം അങ്ങയെ കുറ്റപ്പെടുത്തും, സ്വാമിക്ക് അങ്ങൊരു ഭയങ്കര നല്ല പേടിയാണ്. പുത്രനല്ല എന്നും പറയും. അല്ല, അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അങ്ങയുടെ സംരക്ഷണത്തിൽ അങ്ങയുടെ ദൈവികത കൊണ്ട് അവരെ നിലനിർത്താൻ പറ്റുമെന്നായിരിക്കും അങ്ങ് ഉദ്ദേശിച്ചത്. അയ്യോ അതല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് ഈ കാരണന്മാരിങ്ങനെ വളം വെച്ചു കൊടുത്താണ് ഒരു കാരണന്മാരും നന്നാവാത്ത. അല്ല, കാരണവന്മാരെല്ലാം ഈ സമൂഹത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ദുർവാശി വാർദ്ധക്യത്തിൽ ഉണ്ടാവും. ആ ആത്മീയത ഞാനൊരു രസം പഠിക്കാത്തവർക്കൊക്കെ ഇത് പറഞ്ഞുതരാം. സ്വാമി സംഭവിക്കും. ഒരു രസം പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു മകനെയും കണ്ടു, മകൻ്റെ ഭാര്യയും കണ്ടു, കാരണന്മാരെയും കണ്ടു. മക്കളൊക്കെ ആത്മീയ വഴിയിലാണ്. അപ്പം കാരണന്മാരുടെ അടുത്ത് ചോദിച്ചേ നമുക്ക് ഈ ചവക്കരയൊക്കെ നിർത്തണ്ടേന്ന് ചോദിച്ചാൽ എനിക്ക് നിർത്തട്ടാ. ധർമ്മത്തിലാണോ അധർമ്മത്തിലാണോ പറ? അധർമ്മത്തിലാണോ അല്ലയോ പറ? ഞാൻ ചോദിച്ചതപ്പ, ചോദിക്കാത്തതല്ല പറഞ്ഞത്. ആ ഇന്ന് ഗുരുക്കന്മാരുടെ അഭാവം ഒരുപാടുണ്ട്. എന്നാൽ ഭക്തർ ഒരുപാട് ഉണ്ട് താനും, ഒത്തിരി ഭക്തന്മാരുണ്ട്. കാരണം ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിച്ച് രോഗാതുരരായി എല്ലാം അനുഭവിച്ച് പണമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട് ആളുകളിൽ, കൃത്രിമ മാർഗത്തിലൂടെ ഉണ്ടാക്കിയത്. പക്ഷേ സുഖമില്ല, മനോസുഖമില്ല. ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്വാമിജി എല്ലാം ഉണ്ട്, വലിയ വീടുണ്ട്, കാറുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒന്ന് മാത്രമാണ്, മനോസുഖമില്ല. മൂഢരായ ആളുകൾ പണത്തിൻ്റെ പിറകെ പോയി അവസാനം ഒരപ്രാന്തിൻ്റെ മട്ടിലെത്തും. മനഃശാന്തിയില്ലാതെ ഇതുപോലെ അലയും, പ്രേതങ്ങളെപ്പോലെ. വാസ്തവത്തിൽ മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പണവും കാറും കൊട്ടാരവും ഒന്നും അല്ലല്ലോ. അവരുടെ മനഃശാന്തിയാണ്. പിച്ചക്കാരെ പോലെ ഭാഗ്യമുള്ളവന്മാർ ലോകത്ത് വേറെയില്ല. അവർ കിട്ടണത് ആളുകളെ മുമ്പിൽ കൈനീട്ടും, എന്തായാലും കിട്ടണത് കൊണ്ട് ഉണ്ണും, ഏതെങ്കിലും കടത്തുണ്ടെങ്കിൽ കിടക്കും. അവരുടെ ജീവിതത്തിൽ നാളെ എന്നൊന്നില്ല, ഇന്നലെയും ഇല്ല, പാസ്റ്റും ഇല്ല, ഫ്യൂച്ചറും ഇല്ല, പ്രസൻറ്റ് മാത്രമേ ഉള്ളവർക്ക്. അവർ വളരെ ലക്കി ഫെല്ലോസ് ആണെന്ന് വേണം ചിന്തിക്കാൻ. നേരത്തെ ഗുരു പറഞ്ഞതുപോലെ ഈ സന്യാസിമാരായിട്ട് ജനിക്കുന്നവരൊക്കെ പിച്ചാടകരാണ്. ഭാരതത്തിൻ്റെ ദർശനമനുസരിച്ച് ഒരു ശങ്കരാചാര്യർ ഒരു വീട്ടിൽ ഉറങ്ങിയിട്ടില്ല. 8 വയസ്സുവരെ അമ്മയോടൊപ്പം ജീവിച്ചതല്ലാതെ അവസാനം വരെ മരച്ചുവട്ടിലാണ് കിടന്നത്. ഈ ഭാരതം മുഴുവനും 2 പ്രാവശ്യം 3 പ്രാവശ്യം സഞ്ചരിച്ചു, 168 പുസ്തകങ്ങൾ എഴുതി, പ്രസ്ഥാനത്രയത്തിൻ്റെ വ്യാഖ്യാനം എഴുതി, 3000-ലധികം ആത്മീയ കവിതകൾ എഴുതി. ഇത്രയൊക്കെ ചെയ്തിട്ടും അദ്ദേഹം ഏത് രാജകൊട്ടാരത്തിൽ പോയാലും അദ്ദേഹത്തെ അകത്ത് വേണ്ട സൗകര്യം കൊടുത്താൽ അദ്ദേഹം പറയും, ശിഷ്യന്മാർ വേണമെങ്കിൽ കിടന്നോട്ടെ, ഞാൻ മരച്ചുവട്ടിലേക്ക് കിടക്കൂ. അങ്ങനെയാണ് മരണം വരെ ജീവിച്ചത്. എന്താണെന്ന് വെച്ചാൽ മഹാദേവൻ്റെ അവതാരമാണ്. മഹാദേവൻ ധർമ്മഭഗ്നിയായ പാർവതിയെ ഊട്ടാൻ ദിവസം രാവിലെ ഇറങ്ങും, ഹിമാലയത്തിൻ്റെ താഴ്വരയിലേക്ക് ഇറങ്ങും, 7 വീട് ഇരക്കും, കയ്യിൽ ഭിക്ഷാപാത്രം കാണും. 7 വീട്ടിൽ ചെന്നാൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അന്ന് ഭഗവാനും ദേവിയും പട്ടിണിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ദേവാദിദേവനാണ് മഹാദേവൻ. ഈ 14 ലോകവും അദ്ദേഹത്തിന് ഉള്ളം കൈയിലെ നെല്ലിക്കയാണ്. അദ്ദേഹത്തിനും ഒരു സെക്കൻഡ് സങ്കല്പം കൊണ്ട് തന്നെ ഈ ലോകത്തെ സർവ്വ സൗഭാഗ്യങ്ങളും ധർമ്മഭഗ്നിയായ പാർവതിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം.
പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല ജീവിച്ചത്. അതാണ് പറഞ്ഞത്, ദൈവങ്ങളുടെയും ഗുരുക്കന്മാരുടെയും മാതൃക അവരെ പഠിക്കാൻ തന്നെ ചിലപ്പോൾ 2-3 ജന്മം വേണ്ടി വരും. ഒരു നല്ല ഗുരുവിനെ പഠിക്കാൻ വർഷങ്ങൾ വേണ്ടി വരും. ഒരു ജന്മം കൊണ്ട് പഠിച്ചു തീരില്ല. അഗസ്ത്യ മഹർഷി ഉൾപ്പെടെയുള്ളവരുടെ ചിന്തകൾ എടുത്തു നോക്കിയാൽ അഗസ്ത്യൻ മഹാദേവൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ വിഷയം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി സംസാരിച്ചു, സാറും സംസാരിച്ചു. ഇത് പെട്ടെന്ന് ഒരു പരിഹാരം കാണുന്ന വിഷയമല്ല, അത്ര ഡീപ്പായ ഒരു വിഷയമാണ്. പല കുടുംബങ്ങളിൽ പല പ്രശ്നമാണ്. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വീടുകളിൽ ഇതില്ലാത്ത കാരണം എന്ന് വെച്ചാൽ അവർ നിർബന്ധിച്ച് മതപാഠശാലകളിൽ കുട്ടികളെ അയക്കും. അവിടെ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഹിന്ദുവിൻ്റെ വീട്ടിലാണ് നീ നിന്ന് തൊഴണമെന്ന് പറഞ്ഞാൽ അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോവും, പെൺകുട്ടി TV കാണും. കാരണം നിർദ്ദേശിക്കുക. സ്വാമി പറഞ്ഞ് ഏത് സ്വാമി എന്ന് ചോദിക്കും. അതാണ് പറഞ്ഞത്, ഗുരുത്വമില്ലാതെ കുട്ടികളെ വളർത്തുന്ന ഹിന്ദു സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി കോർട്ടിൽ എനിക്ക് പരിചയമുള്ള കുറേ വക്കീലന്മാരുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു വക്കീലുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. 100 ഫാമിലി ഡിസ്പ്യൂട്ട് കേസ് വന്നാൽ 85 എണ്ണം ഹിന്ദു കുടുംബങ്ങളിലേതാണ്. അപ്പം നമ്മൾ വലിയ ഉന്നതിയിലാണ്. ഞെട്ടിപ്പോകുന്നതാണ്. 85 എണ്ണം. ഒരു ദൈവവിശ്വാസിയായ ഒരു വക്കീൽ അഡ്വക്കേറ്റ് അനിൽപ്രസാദ് സാറ് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു സ്വാമിജി, ഹിന്ദു സമൂഹത്തിന് എന്ത് സംഭവിച്ചു? സ്വാമിജിയെ പോലെയുള്ള എത്ര ആളുകൾ ഇവിടെയുണ്ട്, നിരന്തരം പട്ടിണി കിടന്ന് നിങ്ങൾ പ്രഭാഷണം നടത്തിയിട്ടും കാതലായ മാറ്റം സമൂഹത്തിൽ ഇല്ലല്ലോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എന്താ അങ്ങനെ പറയാൻ കാര്യം? 100 ഫാമിലി കേസുണ്ടെങ്കിൽ 85 എണ്ണം ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ളതാണ്, 15 എണ്ണമേ കാണുള്ളൂ ബാക്കി സമുദായങ്ങളിൽ നിന്ന്. എന്തുകൊണ്ടാണ് സനാതന ധർമ്മത്തിൻ്റെ മക്കൾ പ്രപഞ്ചത്തെ മുഴുവനും ശുദ്ധീകരിക്കാൻ, പ്രപഞ്ച സത്യം പറഞ്ഞു കൊടുക്കാൻ ഭാരതത്തിലെ ഋഷിമാർ എന്തു പറയുന്നുവെന്ന് കാതോർത്തിരിക്കുകയാണ് വെസ്റ്റേണേഴ്സ്. അവരുടെ വാക്കുകൾ പഞ്ചാമൃതം പോലെയാണ് അവർ കേൾക്കുന്നതും എഴുതുന്നതും പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ മക്കളായ നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് സമയമില്ല. ചോദിക്കുന്ന ഇതാണ്, അമ്മ ക്ഷേത്രത്തിൽ പോയോ പുരാണം വായിച്ചോ എന്ന് ചോദിച്ചാൽ പറയുന്നത് എനിക്ക് സമയമില്ല. ഇതാണ്. എനിക്ക് എന്തോ പറയാൻ. എനിക്ക് ശ്രീനിവാസ് സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഗുരുജിയോടും എനിക്ക് ചോദിക്കാനുള്ളത്. ആദ്യം സാറിനോട് ചോദിക്കാം. സാർ, നമ്മൾ എല്ലാ ദിവസവും മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ചില തടസ്സങ്ങൾ ഉറപ്പായിട്ടും വരാറുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് മെഡിറ്റേഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതായിട്ട് നമുക്ക് തന്നെ സ്വയം തോന്നാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്? ഈ പിതൃദോഷം എന്ന് പറയുന്ന സംഭവം സത്യമാണോ? അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഒരു കാര്യം കൂടെ എനിക്ക് ഗുരുജിയോട് ചോദിക്കാനുള്ളത്. ഗുരുജി, അത് കഴിഞ്ഞിട്ട് വരെ സാറ് പറഞ്ഞു തന്നെ ചോദിച്ചോട്ടോ. പറഞ്ഞു ഗുരുജി. അബാക് മീഡിയയുടെ തന്നെ ലാസ്റ്റ് ഇൻ്റർവ്യൂ, മറ്റേ IPS ഓഫീസറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ഒരു സോളിനെ കുറിച്ച് പറയുന്നത്, 3000 വർഷങ്ങൾക്ക് ശേഷം പുനർജനിച്ച ഒരു സോളിനെ കുറിച്ച് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. അതായത് സ്പെയിനിൽ ജനിച്ച ഒരു കുട്ടി, ആ കുട്ടി ജനിച്ചപ്പോൾ മുതൽ പറയുകയാണ്, ഞാൻ ഇവിടെ ജനിച്ച ആളല്ല, ഞാൻ ഈജിപ്തിൽ ജനിച്ച ആളാണ്, ഈജിപ്തിലെ ഒരു രാജാവിൻ്റെ പ്രേയസിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും അത് കണ്ടിട്ടും ഉണ്ടാവും. ഈ 3000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന, പിന്നീട് അത് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സോളാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഈ 3000 വർഷം ആ സോൾ എവിടെയായിരുന്നു എന്നുള്ളത് അങ്ങയുടെ മറുപടിയായിട്ട് തരണം. പിന്നെ അങ്ങ് ഡൈമെൻഷൻസിനെ കുറിച്ച് കുറച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞത്, നമ്മൾ 14 ലോകം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, 14 ലോകം. അപ്പോൾ ഡൈമെൻഷൻസിലും 14 ലോകമാണോ എന്നുള്ളതും എനിക്കറിയാൻ ആഗ്രഹം. രണ്ടും പറഞ്ഞു തരണം. നമസ്കാരം. സത്യം പറഞ്ഞാൽ ഞാൻ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു എനർജിയും പോസിറ്റീവ് അല്ല നെഗറ്റീവും അല്ല, നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എങ്ങനെ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യും. നമുക്കിപ്പോൾ വീട്ടിൽ പിച്ചാത്തി ഉണ്ടല്ലോ വീട്ടിൽ. ഈ പിച്ചാത്തി നമുക്ക് പച്ചക്കറിക്ക് ഉപയോഗിക്കാം, ആവശ്യം വേണമെങ്കിൽ അയൽവക്കക്കാരൻ്റെ ഒന്ന് കൈവയ്ക്കാതെ നമുക്ക് ഉപയോഗിക്കാം. എനർജി സത്യം പറഞ്ഞാൽ എൻ്റെ ഗുരു പറഞ്ഞ അനുസരിച്ച് നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ചിലത് അതിൻ്റെ തനത് സ്വഭാവം കാണിക്കും, എനർജി അതിൻ്റെ തനത് സ്വഭാവം കാണിക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അച്ഛൻ അമ്മ, നമ്മൾ
അതൊരു ഒരു ഒരു ടെക്നിക്ക് പറയാം, ഞാനൊന്ന് പ്രയോഗിച്ച് നോക്കാം. അമ്മയായിട്ട് നമുക്കുള്ള ബന്ധം പൊക്കിക്കൊടി ബന്ധമാണ് അല്ലേ. നമ്മൾ മരണം വരെ നമുക്ക് പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. നമ്മുടെ 5 വിരലുകളുണ്ട്. ഈ 5 വിരലുകൾ തന്ത്രശാസ്ത്രത്തിൽ വളരെ പ്രയോജനമുണ്ട്. ഇതിൽ ഈ 2 വിരലെടുക്കുക. ഇത് ചെയ്യുന്നത് ആരോടും പറയണ്ട. കുളിച്ച് കഴിയുമ്പോൾ അത് ഏതെങ്കിലും സമയത്ത് ഈ വിരൽ ഇവിടെ പൊക്കിളിൽ വെക്കുക. ഈ വിരൽ ഇങ്ങനെ നിർത്തുക, ബാക്കി ഇങ്ങനെ നിർത്തുക. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പക്ഷേ നടന്നാൽ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല. ഇത് ചെയ്തിട്ട് ആ അമ്മയായിട്ടുള്ള ബന്ധമാണ് അച്ഛനുള്ളത് നമുക്ക് അല്ലേ. അമ്മയുമായിട്ടാണ് നമുക്ക് അച്ഛൻ്റെ ബന്ധം. അപ്പോൾ ഇത് വെച്ചിട്ട് അവർ നമുക്ക് അനുകൂലമാകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, വർക്ക് ചെയ്യും. ഇതേ ടെക്നിക്ക് മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ മദ്യപാനിയായ മക്കൾ അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മമാർ ചെയ്യണം. ഈ വിരലുണ്ടല്ലോ, ഈ വിരലിങ്ങനെ ഇതിങ്ങനെ വെക്കുക. ഇതെൻ്റെ ഗുരു പറഞ്ഞു തന്നൊരു കാര്യമാണ് കേട്ടോ. പൊക്കിളാണ് ഇതിൻ്റെ കേന്ദ്രസ്ഥാനം. ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നില്ല, കുട്ടികൾക്ക് പഠനം, അവരോടൊന്നും പറയുകയൊന്നും വേണ്ട. നമ്മൾ ഇത് വെച്ചിട്ട് ഈ പൊക്കിളിൽ ഇങ്ങനെ വെക്കുക. ഈ തള്ളവിരൽ പൊക്കിളി വരണം, ഈ വിരൽ ഇങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ പിടിക്കുക, മനസ്സിലായി, ചേർത്ത്. ഇത് ഈ നടുവിരൽ ഇവിടെ വരണം, ഈ തള്ളവിരൽ ഇവിടെ വരണം. എന്നിട്ട് കുട്ടികളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുക. മനസ്സിലായ? അവരുടെ സ്വഭാവം മാറ്റാൻ പറ്റും, മദ്യപാനം മാറ്റാൻ പറ്റും, ലവ് അഫെയർ വരെ മാറ്റാൻ പറ്റും. അവർക്ക് വിധിച്ചതല്ലെങ്കിൽ, അവർ ട്രാപ്പിൽ വീഴുകയാണെങ്കിൽ. ഇത് ചെയ്ത് പ്രാക്ടിക്കലി അറിയാവുന്നത് കൊണ്ടാണ് പറയണത്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ആചാര്യന്മാരുടെ ഉപാസനയുള്ളവരുടെ സങ്കല്പം കൂടി എടുത്താൽ ക്ലീൻ ആകും. കാര്യം ഇതൊക്കെ നമുക്ക് വരുന്നത് നമ്മുടെ കാർമ്മികമാണ്. മനസ്സിലായ? പിന്നെ ചോദിച്ചത് ഈ എനർജിയുടെ കാര്യം. പിന്നെ മെഡിറ്റേഷൻ്റെ കാര്യമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ മെഡിറ്റേഷൻ ഇത് ചെയ്യുന്നത് ഒരു ഉപാസനയുടെ ഭാഗമായിട്ടാണ്. ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സുകൾക്ക് പോയെങ്കിൽ എൻ്റെ ഗുരു പറഞ്ഞു തന്ന ഉപാസനകളുടെ ഇതായിട്ടാണ്. നമ്മുടെ മനസ്സിന് ചിത്രങ്ങളാണ്, മനസ്സിൻ്റെ ഭാഷയെന്ന് പറയുന്ന ചിത്രങ്ങളാണ്, മൗനമാണ്. അപ്പോൾ ആ ചിത്രങ്ങൾ, ഇപ്പോൾ നമ്മുടെ വിദ്യ എന്ന് പറയുമ്പോൾ സരസ്വതീനെ നമ്മൾ മനസ്സിൽ വിചാരിക്കും അല്ലേ. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണം, ഗണപതിനെ മനസ്സിൽ വിചാരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ലക്ഷ്മീനെ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ ആവശ്യം, ഇപ്പോൾ എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്ന ചില ഉപാസനകളുണ്ട്. ആ ഉപാസനാമൂർത്തിനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞ ഗുരുക്കന്മാരുടെ പാദം തൊട്ട് തൊഴുക. അവർ തലയെ കൈവച്ചിട്ട് അവർ എനർജി പാസ് ചെയ്താൽ നമ്മൾ അറിയാണ്ട് ആ എനർജി വർക്ക് ചെയ്യും. ആ എനർജി എന്നീ വർക്ക് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് 33 വർഷം പിടിച്ചു. നമ്മളറിയില്ല, നമ്മളെ അത് നേർവഴി, നമ്മൾ ഓർക്കും നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണ്, എല്ലാം മനസ്സിലാണ് സംഭവിക്കുന്നത്. ഒരു എനർജി സോള് പോലും നമ്മളെ സ്വാധീനിക്കണം മനസ്സിലാണ്. ഇപ്പോൾ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നത് ഒരു സോളിൻ്റെ ഇതാണ്. സോള് നമ്മളെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. നമ്മളിപ്പോൾ കുടയായിട്ട് പോവുക, നല്ല ശക്തിയായിട്ട് കാറ്റ് വന്നാൽ കുട തെറിച്ചു പോകും അല്ലേ. ഇതുപോലെ ഇവിടെ എന്താണ്, ഭയങ്കരമായിട്ട് എനർജീസ് ഉണ്ട്. എനർജീസ് നമ്മൾ പറയുമ്പോൾ അത് സോളാണ് ഇതെന്ന് പറയും. പക്ഷേ പലതരത്തിലുള്ള എനർജീസ് ഉണ്ട്. ഒരാളെ മദ്യപാനാക്കുന്ന എല്ലാം ഈ എനർജീസാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഉപാസനയിലൂടെ പോയി കഴിഞ്ഞാൽ, മെയിൻ നമ്മുടെ ഉപാസന എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട്, ഇപ്പോൾ കേരളം എന്ന് പറയുന്ന പരശുരാമ ക്ഷേത്രമാണ്. കേരളം എന്ന് പറയുന്നത് ഈ പരശുരാമ ക്ഷേത്രത്തിൽ എത്രയോ ദേവീക്ഷേത്രങ്ങളുണ്ട്, ശിവക്ഷേത്രങ്ങളുണ്ട്. അതും അല്ലാണ്ട് എല്ലാ കുടുംബങ്ങൾക്കും നാഗദേവതകളുണ്ട്. മനസ്സിലായി? ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവിടെ കേരളത്തിലെ ചരിത്രപരമായിട്ട് ബന്ധമുള്ള ഒരു കുടുംബത്തിലൊരു സ്ഥലം ഉണ്ടായത്. അത് എവിടെയാണ് സ്ഥലം എന്നൊന്നും ഞാൻ പറയാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആ കുടുംബത്തിൻ്റെ 4 തലമുറയുടെ മുമ്പിലുള്ള ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട് കേരള ചരിത്രത്തിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, സ്ഥലം പറയുന്നു. അവിടുത്തെ സ്ഥലം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 50 or 70 വർഷങ്ങൾക്ക് മുമ്പ് വീതം വെച്ചപ്പോഴത്തേക്കും സർപ്പക്കാവ് ഒരു പാർട്ടിക്ക് വന്നു. കാര്യം എൻ്റെ അടുത്ത് ആ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു. കുട്ടികൾക്കാണ് ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുക. കാര്യം നമ്മൾ ഈ മൊബൈലിൽ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഈ മൊബൈൽ വെച്ച് എനർജീനെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, അതും പറയാം. പല കാര്യങ്ങളും അനുഭവമാണ്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, അതെൻ്റെ ഒരു പരിമിതിയാണ്. അപ്പോൾ ഇങ്ങനെ അവർ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഞാൻ ചോദിച്ചു അവിടെ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് പണ്ട് അവിടെ സർപ്പക്കുളം ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്ത് ഇതുണ്ടായിരുന്നു. അവിടെ പ്ലെയിനാണ്, ഇപ്പോഴും അത് പ്ലെയിനായിട്ട് നിൽക്കുകയാണ്. അവിടെ വേറൊരു മതവിഭാഗം ആ സ്ഥലം വാങ്ങിച്ചിട്ട് ഇപ്പോഴും വെറുതെ കിടക്കുക. സെൻറ്റിന് 5-6 ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ്. 10-20 സെൻറ്റ് വെറുതെ കിടക്കുകയാണ്. അത് ഒരു നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലെ പ്രത്യേകമായ വിഭാഗക്കാരുണ്ട്. അവർ അവിടുത്തെ സാധനങ്ങളൊക്കെ പെറുക്കിക്കൊണ്ടുപോയാൽ അവിടെ ശുദ്ധിയാകും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ നാടുകളിലുണ്ട്. ആ വിഭാഗമൊന്നും ഞാൻ പറയുന്നില്ല.
നമുക്ക് ജാതിയൊന്നും പറയാൻ പറ്റില്ല. അവരെ കൊണ്ട് അത് മാറ്റിച്ചു. ആ വീട്ടുകാർക്ക് പ്രശ്നമില്ല, ആ മതവിഭാഗക്കാർക്ക് പ്രശ്നമില്ല, പക്ഷേ അവിടെ സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ കുളവുണ്ടായിരുന്ന സ്ഥലം ഈ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കയ്യിലാണ്. അവർക്ക് അവരുടെ തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്ക് ഇത് എഫക്റ്റ് വരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഒരു വിളക്ക് കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കുക. ഒറ്റ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മെഡിറ്റേഷൻ ഇത് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് മെഡിറ്റേഷനെ കുറിച്ച് അറിയില്ല. നമ്മളൊരു ഉപാസന, നമുക്ക് കുടുംബത്തിലൊരു ദേവത കാണാം, എല്ലാ കുടുംബങ്ങളിലും ദേവത കാണാം. ആ ദേവതയെ മനസ്സിൽ വിചാരിച്ച്, ആ രൂപം വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റെപ്പ് വെച്ചാൽ ആ ദേവത 100 സ്റ്റെപ്പ് വയ്ക്കും. നോക്കൂ, നമ്മൾ ആ തലത്തിലേക്ക് എത്തും. എൻ്റെ അനുഭവമാണ് പറയണത്, പരീക്ഷിച്ച് നോക്കൂ. അല്ലാണ്ട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, ക്ഷമിക്കുക. ഇതെൻ്റെ പ്രാക്ടിക്കൽ അനുഭവങ്ങളാണ്.